ഇന്നത്തെ പരിപാടി ക്യാമ്പിംഗ്. എല്ലാ പേങ്ങന്മാരും ഉണ്ടല്ലോ. കുരുവോ എന്താണ് അവിടെ നിന്നവനെ വണ്ടി ഒരിടത്തപ്പോഴല്ലേ മാങ്ങാട പുളി ഇറങ്ങത്. തല ഇറങ്ങുന്നു. അമ്മേ മഹാമയെ ഇതിപ്പോ ക്യാമ്പിംഗ് തുടങ്ങണേക്കും പിന്നെ ഫുഡ് ഉണ്ടായി കഴിക്കണ്ടെന്ന് പറയാം. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. ശ്വാസം മോളിന്ന് വെറുതാ കീഴേന്ന് വെറുതാ ഒന്നുമേ പുരിയാതെ. നീ പറഞ്ഞ സ്പോട്ടിലായിട്ട് ഞങ്ങൾ ഇപ്പൊ 1/2 മണിക്കൂറായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കും. ഇത് എവിടെയാണ് കറക്റ്റ് സ്ഥലം? നിന്റെ ആപ്പൊക്കെ വർക്ക് ആവൂടെ? ഇനി നടക്കാൻ വയ്യ, നമുക്ക് ഓട്ടോ പിടിച്ചു പോവാം. വീടൊക്കെ താണ്ടി നമ്മളിത് ഇന്ന് ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് എത്തിക്കണം മച്ചാമാരെ. അവസരം നമ്മൾ കണ്ടുപിടിച്ചു. വെറുതെ നടന്നു വരല്ലേ, ചുമട്ട് സാധനങ്ങൾ കൊണ്ടാണ് വന്നേക്കുന്നത്. എന്താ ഇത്? ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. ഹൈറ്റിലേക്ക് മാറ്റി സെറ്റ് ചെയ്തേക്കാണ് മോനെ. അങ്ങനെയല്ലടാ, അരുതേ അരുതേ, അത് യമക്കണ്ട മൂലയാണ്. നമ്മള് ടെന്റിന്റെ അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നേരെ വെച്ച് അടിക്കരുത്. ഇവനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. ഇതൊരു 45 ഡിഗ്രിയിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. കണ്ട, നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള മൊത്തം വെള്ളം നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ കാണുന്ന ഈ ഒരു വെള്ളത്തിന്റെ ഒഴുക്കിന്നാണ്. അഴുക്ക് വെള്ളല്ലേ ഇത്? ഇത് ഒഴുകുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. കുഴപ്പമില്ല, നാളെ 4 പേർക്കും വയറിലേക്ക് മത്സരിക്കാം. നമ്മളെ ക്യാമ്പിങ്ങിന് ഇത്തവണ എക്സ്ട്രാ ഒരു കോടാലിയുടെ വഞ്ചിട്ടാ ഇതിന്. അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് 2 കോടാലികൾ എടുത്തിട്ടുണ്ട്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. നല്ല അടിപൊളി ഒരു ചെയറാണ്. ഇതെല്ലാം ഇരുന്ന് നോക്കിയേ പിന്നെ എഴുന്നേക്കത്തില്ല, അത്രയ്ക്ക് സുഖമാണ്. ഇതെല്ലാം ഇരുന്ന് നോക്കിട്ടാ നിർവൃതി സുഖവും സാറിന് പറഞ്ഞു കൊടുത്തേ. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഗ്ലാസോ കുപ്പിയോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. ഗ്ലാസ് എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കും. ഒഴിയുടെ നീ എവിടെ ശകലം ഒഴി. പക്ഷെ ഈ സാധനം നല്ല കിടുക്കാച്ച സ്റ്റൂളാണ്. ഫുൾ സെറ്റപ്പിലാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റൂളാണ്. വെയിറ്റ് ഒക്കെ നമ്മുടെ എന്താ പറയാ താൽക്കാലിക വിശപ്പിനുള്ള കുറച്ച് ഫുഡ് പ്രിപ്പയർ ഉള്ള പരിപാടി നോക്കാം. അതും നല്ല വെറൈറ്റി ആയിട്ട്. ചിക്കനും മട്ടനൊക്കെ ആകുമ്പോ അതിനൊരു അന്തസ്സുണ്ട്. നീ ഉണ്ടാക്കും, പക്ഷെ നീ എങ്ങനെ ഉണ്ടാക്കും? യവന്റെ ഒരു ഹെൽമെറ്റ് ഉണ്ട്, അതിനകത്ത് നീ അരി ഇട്ടിട്ട് കഞ്ഞി വെക്കും. ഇനിയിപ്പോ പാത്രം നമ്മൾ എടുക്കുന്നതും പോർട്ടബിൾ ആയിട്ടുള്ള പാത്രമായിട്ട് ഇത് നമ്മൾ ആമസോണിൽ നമ്മൾ വാങ്ങിയതാണ്. അടിപൊളി. ഇത് നമ്മുടെ നൂഡിൽസ് ആയി പാകമായി കഴിഞ്ഞു. നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അയ്യോ എനിക്ക് വിശക്കുന്നേ. മിച്ചറല്ലത്. ഞാൻ കാര്യം നിന്നോട് ചോദിക്കട്ടെ, സത്യം പറയണം, നിനക്കതൊക്കെ ഉണ്ടാക്കാൻ അറിയോടെ? അങ്ങനെയാണ് അതിൽ പറഞ്ഞേക്കണേ. കണ്ട ഗ്രേവി പോലത്തെ സാധനം. രാജതന്ത്രം എവിടം വരെയായി? ഉപ്പ് നോക്കാറായോ? നിന്റെ ഉപ്പുമാ എങ്ങനെയുണ്ടാ? സത്യത്തിൽ എന്റെ വയറ് വെച്ചിട്ടാ കേട്ടി കേട്ടാ പുലി പുല്ലും തിന്നുന്നാണല്ലോ. ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. നല്ല പാചകമാണല്ലോ. ഉർമിയത്തിന് മുമ്പ് കുശിനി പണിയായിരുന്നോ? പാത്രമൊക്കെ കഴുകി വെച്ച് നമ്മൾ ഇനി കിടന്നുറങ്ങാൻ പോവാണ്. എന്തിനാ? അല്ല, രാവിലെ എണീറ്റ് ചായ കുടിക്കാൻ പോകേണ്ടതല്ലേ? അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. എനിക്ക് തലവെക്കാൻ 2:30 ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തലവെക്ക്. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ശുഭരാത്രി, സുഖനിദ്ര. ഗുഡ് നൈറ്റ്. പുതിയ സിലബസാ. കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല.